സ്ഥാനമുണ്ടോ അത്രത്തോളം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉഷാറാകും. നമ്മുടെ പ്രവർത്തനങ്ങളാണ് അവസാനം നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്നൊക്കെ വിലയിരുത്താൻ കാരണമാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ആ മാറ്റം കാണാൻ ഏറ്റവും നല്ല എളുപ്പ വഴി സുന്നത്തുകൾ എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവസാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സുന്നത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് തങ്ങൾ അത്രയേറെ മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെറിയൊരു സുന്നത്ത് മാത്രം പറയാം. നിങ്ങളെല്ലാവരും കേട്ടവരായിരിക്കും, ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ചെയ്യുന്നതുമായിരിക്കും. പുഞ്ചിരിയെ പറ്റി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊന്നും കേൾക്കാത്തൊരു വെറൈറ്റി സുന്നത്ത് പറയുന്നതിനേക്കാൾ നല്ലത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും സുഖമുള്ള ഒരു സുന്നത്ത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ പുഞ്ചിരിയെ പറ്റി പറഞ്ഞത്. പുഞ്ചിരിയെ പറ്റി തങ്ങൾ പറഞ്ഞത് എന്താണ്? പുഞ്ചിരി എന്താണ് പറഞ്ഞത്? സ്വതക്ക എന്നാണ് പറഞ്ഞത്. ഒരാൾ മരിച്ചിട്ട് അയാൾക്ക് വീണ്ടും ജീവിക്കാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ അയാൾ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യാമെന്ന് പറയുന്ന കാര്യം എന്താണ്? നിസ്കരിക്കാന്നല്ല പറയുന്നത്. പഠിച്ചാൽ എനിക്ക് ജീവിതം തന്നാൽ ഞാൻ ഉമ്മാനെ നോക്കിക്കോളാം എന്നല്ല പറയുന്നത്. ഹജ്ജ് ചെയ്തോളാം, ഉംറ ചെയ്തോളാം, ഖുർആൻ ഓതിക്കോളാം ഒന്നുമല്ല പറയുന്നത്. ഞാൻ സ്വതക്ക ചെയ്തോളാം എന്നാണ് പറയുന്നത്. ആ സ്വതക്കയാണ് എന്നാണ്, അതേ സ്വതക്ക അല്ലെങ്കിൽ സ്വതക്ക എന്നാണ് പുഞ്ചിരിയെ പറ്റി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുമോ? മനസ്സ് തുറന്ന് ചിരിക്കാൻ. പുഞ്ചിരി ആ അർത്ഥത്തിൽ ഇന്നിപ്പോ എല്ലാവരും പുഞ്ചിരിച്ചിട്ടുണ്ടാവും. ഈ സദസ്സിൽ എല്ലാവരും പുഞ്ചിരിച്ചിട്ടുണ്ടാവും. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്തുകളെ കൊണ്ടാണ് ആ പ്രവർത്തനത്തിന് ഒരു പൂർണ്ണത. എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറ്റി നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് എത്ര സമയം ഞാൻ പുഞ്ചിരിച്ചിട്ടുണ്ടാവും, എത്ര ആൾക്കാരോട് ഞാൻ പുഞ്ചിരിച്ചിട്ടുണ്ടാവും എന്നിങ്ങനെ അങ്ങനെ തപ്പി നോക്കേണ്ടി വരും. അൽഹംദുലില്ലാഹ് ഇയാളോട് ഞാൻ പുഞ്ചിരിച്ചിരുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്ത്? തങ്ങളെപ്പറ്റി സ്വഹാബത്ത് പറഞ്ഞത് തങ്ങളെ പുഞ്ചിരിച്ചിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആ ചിരി, തങ്ങളെ പുഞ്ചിരിയും നമ്മളെ പുഞ്ചിരിയും വലിയ മാറ്റം. അൽഹംദുലില്ലാഹ് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ പെടാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി. നമ്മൾ കാണുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാര് അത് നമ്മൾ കാണേണ്ടത് ഒരു കേവലം ഒരു അഷ്റഫായിട്ടോ കേവലം ഒരു അയൽവാസിയായിട്ടോ അല്ല, കേവലം ഒരു ശുക്കൂറോ അങ്ങനെ കേവലം ഒരാളായിട്ടല്ല നമ്മൾ കാണേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ആളുകള് അവരാണ് നിങ്ങളെ തൊട്ടടുത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നത്. മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ നമുക്ക് പ്രത്യേക സ്നേഹം വേണം, പ്രത്യേക ഇഷ്ടം വേണം. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. മനസ്സ് തുറന്ന് സ്നേഹത്തോടെ അവരോട് പുഞ്ചിരിക്കണം. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഉമ്മത്തിൽപ്പെട്ട ആളാണ്. നമ്മ പുഞ്ചിരിക്കാനും കണ്ണു നോക്കാനൊക്കെ നമുക്കൊരു ഇത് കിട്ടൂല. അത് നമ്മുടെ കുറവാണ്. ഞാനിപ്പോ ഒരു അവസരം തന്നാൽ ആ സുന്നത്താണ് എന്ന ആ ഒരു മൈൻഡോടുകൂടെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ആ ഒരു പൂർണ്ണതയിൽ നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്കൊരു സലാം കൊടുത്തിട്ട് പുഞ്ചിരി പാസ്സാക്കാൻ പറ്റുമോ? പ്രയാസമാവോ? പ്രയാസമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്തല്ല, ഒരു സ്വലാത്ത് എന്നിട്ട് എല്ലാവരും ചെയ്യാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. അപ്പോ പുഞ്ചിരി, നമ്മൾ പുഞ്ചിരിക്കുന്ന പുഞ്ചിരിയൊന്നും ഒരു പുഞ്ചിരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് അഭിപ്രായം ആയിക്കൊള്ളണമെന്നില്ല. എന്തായാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമാകുന്ന, ഉമ്മത്തിന് അഭിമാനമാകുന്ന രീതിയിൽ പുഞ്ചിരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.